ഹലോ കുട്ടികളെ, അപ്പോൾ നമുക്കിന്ന് +1 ഫിസിക്സിലെ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ലോസ് ഓഫ് മോഷൻ. നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ, അതായത് മോഷൻ ഇൻ എ പ്ലെയിൻ അല്ലെങ്കിൽ അതിനു മുമ്പത്തെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നീ ചാപ്റ്ററുകളിലെല്ലാം നിങ്ങൾ പഠിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മോഷൻ, ഒരു ചലനം, ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെയുള്ള ചലനത്തെ എന്താ പറയുക, എങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിലൂടെ നിങ്ങൾ പഠിച്ചത്. അപ്പോൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ നിങ്ങൾ പഠിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മോഷൻ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് സ്ട്രെയിറ്റ് ലൈനിലൂടെ എങ്ങനെയൊക്കെ മൂവ് ചെയ്യാൻ പറ്റും? ഒന്നില്ലെങ്കിൽ മുമ്പോട്ട് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പുറകോട്ട് മൂവ് ചെയ്യാൻ പറ്റും നമുക്ക്. അതല്ലാതെ വേറൊരു മോഷനും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മളൊരു 1 ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കുറെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഒരു 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ S = UT + ½ AT². അതേപോലെ തന്നെ V² എന്ന് പറയുന്നത് U² + 2AS, അങ്ങനെ തുടങ്ങിയ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇക്വേഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ. ഇനി മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ. അതേപോലെ തന്നെ മോഷൻ ഇൻ എ പ്ലെയിനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന എന്താണ്, അവിടെ ഒരു പ്ലെയിൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സ്പേസ് എന്ന നിലയിൽ എങ്ങനെയാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ്, ചലിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ചത് എങ്ങനെയായിരുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെയുള്ള മോഷൻ ആയിരുന്നു. ഇനി സപ്പോസ് അവിടെ ഒരു പ്ലെയിൻ ഉണ്ടെങ്കിൽ, പ്ലെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡയമെൻഷൻ കൂടാണ്, ഒരു 2D പ്ലെയിൻ. അതായത് ഒരു XY ഗ്രാഫിൽ എങ്ങനെയായിരിക്കും നമ്മുടെ മോഷൻ നടക്കുക എന്നുള്ളതാണ് ഒരു പ്ലെയിനിലൂടെയുള്ള മോഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അതേപോലെ തന്നെ സ്പേസ് എന്ന് പറയുമ്പോൾ ഒരു Z ആക്സിസും കൂടിയും വരും. ഒരു 3 ഡയമെൻഷനൽ സ്പേസിൽ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്, അതായത് നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു ഏരിയ ആണ് 3 ഡയമെൻഷനൽ ഏരിയ എന്ന് പറയുന്നത്. അതായത് ഒരു കാർ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നത്, അതിനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വെക്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിച്ചത്. വെക്ടറിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വെക്ടർ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും, എങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു റിയൽ വാല്യൂവിനൊപ്പം എങ്ങനെയാണ് വെക്ടർ ആഡ് ചെയ്യുന്നത് എന്നീ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും. ഈ വെക്ടർ പഠിച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഈ ഇതുപോലുള്ള മോഷൻസിനെ, അതായത് ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ മോഷൻ ഇൻ എ പ്ലെയിനിലെല്ലാം നമ്മൾ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾ പ്രൊജക്ടൈൽ മോഷൻ പഠിച്ചു, അതേപോലെ തന്നെ യൂണിഫോം സർക്കുലർ മോഷൻ ഒക്കെ അതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലോസ് ഓഫ് മോഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇത്ര നാള് പഠിച്ചത് മോഷന്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ആണ്. എങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്കലി ഒരു മോഷനെ, ഒരു ചലനത്തെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇത്ര നാള് നോക്കിയിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ മോഷന് കാരണമായ ഫിസിക്സിനെയാണ്, അതിന്റെ ആ ലോസിനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ നിയമങ്ങളാണ്, ആ ചലന നിയമങ്ങളെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ നിങ്ങൾ ടെക്സ്റ്റിൽ വായിച്ചിട്ടുണ്ടാവും. ഒരു അരിസ്റ്റോട്ടലിന്റെ കുറെ കഥകളൊക്കെ നിങ്ങൾ അതിൽ വായിച്ചിട്ടുണ്ടാവും. അതിൽ നമുക്ക് പ്രധാനപ്പെട്ടത് വേണ്ടത് ഗലീലിയോയുടെ കുറച്ച് കണ്ടുപിടുത്തമാണ്. ഗലീലിയാണ് ആദ്യമായിട്ട് ഒരു മോഷനെ കുറിച്ച്, ഒരു ചലനത്തെ കുറിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. എന്താണത്? ഒരു ഒബ്ജക്റ്റ് അത് റെസ്റ്റിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതേപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ആ യൂണിഫോം മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അൺടിൽ ഓർ അൺലെസ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇടപെടുന്നവരെ. ഓക്കെ, നമുക്കറിയാം എന്താണ്, നിങ്ങളൊരു ടോയ് കാർ, ഒരു നൂല് കെട്ടിയ ഒരു ടോയ് കാർ, നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കളിച്ചിട്ടില്ലേ, ഇങ്ങനെ നൂല് കെട്ടിയിട്ട് ടോയ് കാർ വലിക്കുന്നത്. അപ്പോൾ നമ്മൾ ടോയ് കാറിനെ വലിക്കുമ്പോഴാണ് ടോയ് കാർ മൂവ് ചെയ്യുന്നത്. നമ്മൾ വലിക്കാന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇല്ലേ, ആ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് സത്യത്തിൽ ടോയ് കാർ മൂവ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഫോഴ്സ് കൊടുത്തില്ലെങ്കിലോ ആ ടോയ് കാർ നിൽക്കും. ആ ടോയ് കാർ നിൽക്കാൻ കാരണം എന്താണ്? ആ ടോയ് കാർ ഉരുണ്ടു പോകുന്ന സ്ഥലത്തെ ഫ്രിക്ഷൻ ആണ്. അപ്പൊ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ആക്ച്വലി ഒരു ഓപ്പോസിങ് ഫോഴ്സ് ആണ്. അതായത് നമുക്കൊരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്, ആ ഒബ്ജക്റ്റിനെ നിർത്തണമെങ്കിൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കണം. അതേപോലെ തന്നെ ആ ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോഴ്സ് കൊടുക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഗലീലിയോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് അവിടെ എത്തുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ന്യൂട്ടൺ എന്ത് ചെയ്യുന്നത്, സിംഗിൾ ഹാൻഡഡ്ലി ഈ ഒരു മെക്കാനിക്സ് ഫുള്ള് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു 3 ലോസ് ഓഫ് മോഷൻ വെച്ച് അദ്ദേഹം ഈ എൻറ്റയർ മോഷനെ ഡിഫൈൻ ചെയ്യുന്നത്
സർ ഐസക് ന്യൂട്ടൺ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ 3 ചലന നിയമങ്ങളുണ്ട്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, അതുപോലെ തന്നെ തേർഡ് ലോ. നമുക്ക് ഈ പ്രധാനപ്പെട്ട ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു 3 നിയമങ്ങളെയാണ് പരിചയപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഈ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ അറിയാവുന്നതാണ്. പക്ഷെ നമ്മൾ ഈ +1 കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇതിനെ എന്താ പറയാ നോക്കി കാണുകയാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് തന്നെ പോവാം. നമുക്ക് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ തന്നെ തുടങ്ങാം. ഓക്കെ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്. ഈ ലോ ഓഫ് ഇനേർഷ്യ എന്നും ഇത് ഈ ഒരു എന്താ പറയാ ഈ ഒരു ഫസ്റ്റ് ലോനെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു ന്യൂട്ടന്റെ 3 ചലന നിയമങ്ങളിലേക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് നോക്കാം. ആദ്യം നോക്കുന്നത് നമ്മൾ എന്താണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആണ്. എന്താണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയും. അപ്പൊ ഇനേർഷ്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആക്ച്വലി കൊണ്ടുവരുന്നത് ഗലീലിയോ ആണ്. ഓക്കെ, ഇനേർഷ്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യം കൊണ്ടുവരുന്നത് ഗലീലിയോ ആണ്. ഇനേർഷ്യയുടെ മീനിങ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്നാണ്. റെസിസ്റ്റൻസ് ടു ചേഞ്ച്, അതായത് ഒരു ഒബ്ജക്റ്റിന് ചേഞ്ച് ചെയ്യാനുള്ള ഒരു റെസിസ്റ്റൻസ്, ഒരു പ്രതിരോധം. ആ ഒബ്ജക്റ്റിന് എന്ത് ചെയ്യണ്ട? ചേഞ്ച് ചെയ്യണ്ട. അപ്പൊ അതിന് ഒരു റെസിസ്റ്റൻസ് വരും. അപ്പൊ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് തരുന്ന ഒരു റെസിസ്റ്റൻസ് ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? ഇനേർഷ്യ എന്ന് പറയുന്നത്. ഒരു പ്രതിരോധമാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എന്താണ്? എവറി ബോഡി കണ്ടിന്യൂ ടു ബി ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഇൻ യൂണിഫോം മോഷൻ until or unless an external force is applied. അതായത് ഒരു ഒബ്ജക്റ്റ് എന്താണ്? ഒരു സ്ഥലത്ത് റെസ്റ്റിലാണെങ്കിൽ ആ സ്ഥലത്ത് തന്നെ റെസ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഒരു യൂണിഫോം മോഷനിലാണെങ്കിൽ അത് യൂണിഫോം മോഷനിൽ തന്നെ പൊക്കോണ്ടേയിരിക്കും. until or unless എന്താണ്? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ. ഞാനിപ്പോൾ ഒരു കുപ്പിവെള്ളം ഇവിടെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ആ കുപ്പിവെള്ളം അവിടെ തന്നെ ഇരിക്കും. until or unless ഞാനൊരു കൈ കൊണ്ട് ഒരു ഫോഴ്സ് കൊണ്ട് തട്ട് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? വീഴുകയുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് നമ്മളെല്ലാവരും ബസ്സിൽ പോകുന്ന സമയത്ത്, ബസ് സഡൻ ബ്രേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിലേക്ക് ആയുന്നതും, അതേപോലെ തന്നെ ബസ് ഒരു സ്റ്റോപ്പിൽ നിന്ന് പെട്ടെന്ന് ബസ് എടുക്കുന്ന സമയത്ത് നമ്മളെല്ലാം ബാക്കിലേക്ക് പോകുന്നതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ഈ ഒരു ഇനേർഷ്യയുടെ എക്സാമ്പിളിന് തുല്യമാണ്. ഓക്കെ, ഇനി ഇതില് പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഫസ്റ്റ് ലോയിൽ പഠിക്കേണ്ടത്, മൊമെന്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. നമുക്ക് അതിലേക്ക് പോവാം. ഞാനൊരു പേജ് എടുക്കട്ടെ. ഓക്കെ, മൊമെന്റം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. മൊമെന്റം എന്ന് പറയുന്ന P എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒബ്ജക്റ്റിന്റെ മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് എന്ത്? ഒരു ഒബ്ജക്റ്റിന്റെ മൊമെന്റം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഒരു ഒബ്ജക്റ്റിന്റെ മാസ് കൂടുതലാണെങ്കിൽ അതിന്റെ വെലോസിറ്റിയും കൂടുതലായിരിക്കണം. എന്നാലാണ് എന്ത്? മൊമെന്റം മാറ്റാം. മൊമെന്റം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അതായത് വലിയ മാസ്, നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു വലിയ മാസമുള്ള ഒരു ലോറി എടുക്കുക. അപ്പൊ ഒരു വലിയ മാസമുള്ള ഒരു ലോറിയും അതുപോലെ തന്നെ ചെറിയ മാസമുള്ള ഒരു കാറും എടുക്കുക. ഏതിനായിരിക്കും നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കുക? അതിന്റെ ചേഞ്ച് മാറ്റണമെങ്കിൽ ഏതിനായിരിക്കും കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരാം? വലിയ മാസമുള്ളതിനാണ്, അല്ലേ? അതേപോലെ തന്നെ ഒരു വലിയ മാസമുള്ള വണ്ടി വേഗത്തിൽ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്പീഡും കൂടുതൽ കൊടുക്കേണ്ടി വരും, അല്ലേ? വലിയ മാസമുള്ള വണ്ടിക്ക് വലിയ സ്പീഡിൽ സഞ്ചരിച്ചാൽ മാത്രമേ അതിൽ എന്ത് സംഭവിക്കുള്ളൂ? സ്പീഡ് കൂടുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ അത് നിർത്തണമെങ്കിലും എന്ത് വേണം? നമ്മൾ വലിയ ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ മാസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അതിനെ റിട്ടാർഡിങ് ചെയ്യേണ്ട ഫോഴ്സും കൂടും. അതേപോലെ തന്നെ ചേഞ്ച് ചെയ്യാൻ, മൊമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കണമെങ്കിലും എന്ത് വേണം? കൂടുതൽ ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി. മാസും വെലോസിറ്റിയും കൂടിയിട്ടുണ്ടെങ്കിൽ എന്തും കൂടും? മൊമെന്റവും കൂടും. ഇതാണ് ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിച്ചത്. മാസ് കൂടിയാലും വെലോസിറ്റി കൂടിയാലും എന്ത് കൂടും? എന്താ പറയാ? മൊമെന്റം കൂടും. കാരണം മൊമെന്റം മാസിന്റെയും വെലോസിറ്റിന്റെയും പ്രൊഡക്റ്റിന് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഇനി മൊമെന്റം എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ശ്രദ്ധിക്കണം, മൊമെന്റം ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, സ്കാലർ ക്വാണ്ടിറ്റി അല്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ ഒരു വെക്ടർ ഇൻറ്റു മാസ് ആണ്. മാസ് എന്ന് പറയുന്നത് ഒരു സ്കാലർ ക്വാണ്ടിറ്റി ആണ്, വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സോ ഒരു സ്കാലർ ഇൻറ്റു വെക്ടർ എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ടാണ് അവിടെ വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, യൂണിറ്റ് ശ്രദ്ധിക്കുക, യൂണിറ്റ് എന്താണ്? മാസിന്റെ യൂണിറ്റ് എന്തായിരിക്കും? കിലോഗ്രാം. ഓക്കെ, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം.
വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി ഇതിന്റെ ഡയമെൻഷണൽ എന്ന് പറയുന്നത് എന്താണ്? mL/T⁻⁻1. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തൊക്കെയാണ്? ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. കിലോഗ്രാം എഴുതാൻ സിമ്പിൾ അല്ലേ? മാസിന്റെ യൂണിറ്റ് എത്രയാ? യൂണിറ്റ് കിലോഗ്രാം ആണ്. വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ മൊമെന്റത്തിന് എന്താണ്? രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്തുമ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അതേപോലെ തന്നെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ mL/T⁻⁻1 എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ലോയിൽ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. എന്താണ്? മൊമെന്റം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഫസ്റ്റ് ലോയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ മറക്കരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഞാൻ വേറെ എഴുതാം, ഞാൻ വേറെ ഒരു കളറിൽ എഴുതി വയ്ക്കാം, കുറച്ചും കൂടി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് മൊമെന്റം ഈസ് ഈക്വൽ ടു, സോറി ഇവിടെ മാസിന് വെക്ടറില്ലല്ലോ, ഞങ്ങളുടെ വെക്ടർ എഴുതി, മാസ് ഇൻറ്റു വെലോസിറ്റി. ഞാനിങ്ങനെ ആരോ ഇടാൻ കാരണം അത് വെക്ടറിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ലോയിലേക്ക് പോവാം. സെക്കൻഡ് ലോ ഓഫ് മോഷൻ, അല്ലെങ്കിൽ ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിലേക്ക് പോവാം. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? നമുക്ക് സെക്കൻഡ് ലോയിലേക്ക് പോകാലോ. ഓക്കെ, സോ സെക്കൻഡ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒബ്ജക്റ്റിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒബ്ജക്റ്റിന്റെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. F = ma. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ചെറിയ ക്ലാസ് തൊട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, ഞാൻ പക്ഷെ ഇവിടെ പറയാൻ പോകുന്ന ഒരു ഇക്വേഷൻ വ്യത്യാസമാണ്. ഇവിടെ സെക്കൻഡ് ലോ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കുകയാണ്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് എന്താണ്? ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ദ ഫോഴ്സ് എക്സ്പീരിയൻസിങ് ഓൺ ദ ഒബ്ജക്റ്റ്. അതായത് ഒരു ഒബ്ജക്റ്റിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ആരുമായിട്ട്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം മീൻസ് ഡിഫറൻസിയേഷൻ d/dt ഓഫ് മൊമെന്റം p. അപ്പോൾ നമുക്ക് മൊമെന്റം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം p എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ F ഈസ് ഈക്വൽ ടു d/dt pക്ക് പകരം ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? പിക്ക് പകരം മാസ് ഇൻറ്റു വെലോസിറ്റി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. മാസ് ഇൻറ്റു വെലോസിറ്റി. ഇനി മാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അതിനെ എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. ആര് മാത്രമേ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? വെലോസിറ്റിന്റെ മാത്രം. ഇപ്പൊ m/dv/dt. സോ വെലോസിറ്റിനെ നമ്മൾ ഒരു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് പിന്നെയും F ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ ഇതെന്താണ്? നമ്മൾ പണ്ട് പഠിച്ച 9ലും 10ലൊക്കെ പഠിച്ച സെയിം ഇക്വേഷനിലേക്ക് എത്തി ഇല്ലേ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നതിൻ്റെ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് കിട്ടി? ഒരു ആൻസർ കിട്ടി. ഓക്കെ, സോ എങ്ങനെയാണ് ഈ ഒരു ഫോർമുലേഷൻ ചെയ്തതെന്ന് മനസ്സിലായോ? സെക്കൻഡ് ലോ ശരിക്കും സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണ്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഒബ്ജക്റ്റ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് ആ ഒബ്ജക്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ എന്തെന്ന് പറയുന്നത്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ആ ഫോഴ്സ് എന്ന് പറയുന്നത് അതായിട്ടാണ് പറയുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ക്യാച്ച് പിടിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രൊഫഷണൽ ക്രിക്കറ്റ് ഒക്കെ കാണുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ മാച്ചുകളൊക്കെ ഇന്ത്യയുടെ കളികളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്യാച്ച് പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ കൈ ഇങ്ങനെ താഴോട്ട് വലിക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ കാണാറുണ്ട്, ഇങ്ങനെ കൈ ഇങ്ങനെ താഴോട്ട് വലിക്കുന്ന പരിപാടി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ ഒരു മൊമെന്റത്തിന്റെ എന്താ പറയാ, ഈ ഒരു മൊമെന്റം കൺസർവ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡെറിവേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ചില സമയത്തൊക്കെ നമ്മൾ ഇതൊക്കെ ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്, ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ. ഇനി നമുക്കറിയാം ഫോഴ്സിന്റെ യൂണിറ്റ്
നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, ന്യൂട്ടൺ ആണ്, N ആണ്. സോ ഇത് എവിടെന്നാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ന്യൂട്ടൺ എന്ന് പറയുന്നത് എങ്ങനെയാണ്, മാസ് എത്രയാണ്, കിലോഗ്രാം ആണ്. സോ മാസ് ഈസ് കിലോഗ്രാം ആൻഡ് ആക്സലറേഷൻ ഈസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് അങ്ങോട്ട് മാറ്റിക്കട്ടെ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ഇതാണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. അതായത് 1 കിലോഗ്രാം മാസ് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ, അതായത് 1 കിലോഗ്രാം മാസ് ആക്സലേറ്റ് ചെയ്യുന്ന എത്രയാണോ അതാണ് 1 ന്യൂട്ടൺ. 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 1 കിലോഗ്രാം മാസ് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ ആക്സലേറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, സിംപ്ലി അതാണ് അതിൻ്റെ ഒരു യൂണിറ്റ് കേസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫോഴ്സ് 0 ആണെങ്കിൽ, ഓക്കെ, ഫോഴ്സ് 0 ആവുന്ന ഒരു കൺസെപ്റ്റ് വരാണ്. ലെറ്റ്സ് അസ്യൂം ദ ഫോഴ്സ് എക്സ്പീരിയൻസിങ് ഓൺ ഒബ്ജക്റ്റ് ഈസ് 0. അതിനർത്ഥം എന്താണ്, മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറയുന്നതും എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, പക്ഷെ മാസ് ഒരിക്കലും 0 ആവില്ല. കാരണം ഒരു ഒബ്ജക്റ്റിന് എന്തായാലും എന്തുണ്ട്, ഒരു മാസ് ഉണ്ടാവും. ഒബ്ജക്റ്റിന് ഒരിക്കലും മാസ് ഇല്ലാത്തൊരു അവസ്ഥയിൽ വരില്ല. അപ്പോൾ ഒബ്ജക്റ്റിന് ഒരു മാസ് ഉണ്ടാവും. സോ അതുകൊണ്ട് എം ഒരിക്കലും എന്തല്ല, 0 അല്ല. അപ്പോൾ വേറെ ഒരു ക്വാണ്ടിറ്റി ആയിരിക്കണം 0 ആവുന്നത്. പക്ഷെ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ, ആക്സലറേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനർത്ഥം എന്താണ്, ആക്സലറേഷൻ 0 ആണ്. ആക്സലറേഷൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എന്ത് മോഷൻ ആയിരിക്കും, ഒരു യൂണിഫോം മോഷനിലായിരിക്കും. യൂണിഫോം മോഷനിൽ ആവുന്നത് കൊണ്ടാണ് എന്തില്ലാത്തത്, ഒരു ആക്സലറേഷൻ നമുക്കില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ലോയുടെ ഫോഴ്സ് 0 ആവുകയാണെങ്കിൽ എന്താണ്, ആക്സലറേഷൻ 0 ആയിരിക്കും. വിച്ച് മീൻസ് ആ ഒബ്ജക്റ്റ് എന്ത് മോഷനിലാണ്, ഒരു യൂണിഫോം മോഷനിലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതേ കേസ് തന്നെയാണ് ഈ ഒരു ബുള്ളറ്റിന്റെ കേസൊക്കെ നമുക്ക് പറയാറില്ല. ഒരു ബുള്ളറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഈ ഒരു കേസ് വെച്ച് നമുക്കൊരു ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നമുക്ക് ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ കഴിഞ്ഞ ലൈവിലൊക്കെ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അത് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കേസിൽ വരുന്ന അടുത്ത ഒരു കൺസെപ്റ്റ് ആണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പൾസ് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇമ്പൾസും ഇമ്പൾസീവ് ഫോഴ്സും, ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് ഒരു ഷോർട്ട് ടൈമിൽ അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇമ്പൾസ് എന്ന് പറയുന്നത്. ആ ഒരു ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും, മൊമെന്റത്തിനെ, ഒബ്ജക്റ്റിന്റെ മൊമെന്റത്തിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്നും പറയാം. ഇമ്പൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഇമ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. സോ ഇമ്പൾസ് എന്ന് പറയുന്നത് ഐ ആയിട്ട് ഞാൻ എടുക്കുകയാണ്. എന്താണ്, ഫോഴ്സ് ഇൻറ്റു മൊമെന്റ് അല്ലല്ലോ, ടൈം ആണ്. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. സോ ഇമ്പൾസ് എന്ന് പറയുന്നത് ഐ ഈസ് ഇക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറയുന്നതാണ്. ഇതിന്റെ യൂണിറ്റ് നമുക്ക് പറയാൻ പറ്റും എന്താണ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഡയമെൻഷൻ ഈസ് ml(t⁻⁻1). ഓക്കെ, ഇതാണ് ഇമ്പൾസിന്റെ ഇതെന്ന് പറയുന്നത്. സോ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് ഒരു ഷോർട്ട് ടൈമിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഒബ്ജക്റ്റിന്റെ മൊമെന്റത്തിൽ അത് ചേഞ്ച് വരുത്തും, അതിനാണ് പറയുന്നത്. സോ ലെറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മൊമെന്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. എൻറ്റയർലി നമുക്കറിയാവുന്ന ഇക്വേഷൻ സെക്കൻഡ് ലോ വെച്ച് എന്താണ്, F = dp/dt അല്ലേ, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് ഇത് ഇമ്പൾസിന്റെ ഇക്വേഷനിലേക്ക് എത്താം. നമുക്ക് ഇമ്പൾസീവ് ഫോഴ്സിനെയും അതുപോലെ തന്നെ മൊമെന്റത്തിനെയും കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് വരണം. അപ്പോൾ നമുക്കിവിടെ ഫോഴ്സിന്റെ ടേം ഉണ്ട്. നമുക്ക് എന്താണ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. അപ്പൊ ആ ടൈമിലേക്ക് കൊണ്ടുവരണം. ടൈം എന്ന് പറയുമ്പോൾ ഇവിടെ ടൈം ഡ്യൂറേഷൻ ഉണ്ട്. അപ്പൊ ഇതിന് ഇങ്ങോട്ട് എടുത്താൽ മതി. അപ്പൊ ഫോഴ്സ് ഇൻറ്റു dt ഈസ് ഈക്വൽ ടു dp. ഓക്കെ, ഈ ഒരു ചേഞ്ച് മനസ്സിലായോ? ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ ഈ ഒരു dt-നെ ഇപ്പുറത്തേക്ക് എടുത്തു എന്നുള്ളൂ. സോ നൗ ഇതെന്താണ് ഇമ്പൾസ് ആണ്, ഐ ആണ്. ഓക്കെ, ഐ ഈസ് ഈക്വൽ ടു dp. dp എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ മൊമെന്റം അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ഓക്കെ, ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. അപ്പോ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ഇമ്പൾസീവ് ഫോഴ്സ് ഓർ ഇമ്പൾസ്. ഇതിന് ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്, ഇതിന് ഈക്വൽ ആണ്, ഇമ്പൾസീവ് ഫോഴ്സിന് ഈക്വൽ ആണ്. ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇമ്പൾസിൽ നമ്മൾ പഠിച്ചത്. ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഷോർട്ട് ടൈം പീരീഡിൽ
ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനാണ് വിച്ച് വിൽ ചേഞ്ച് ദ മൊമെന്റം ഓഫ് ദ ബോഡി. സോ അത് റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് നമ്മൾ എഴുതിയത്. എന്ത് യൂസ് ചെയ്ത്? സെക്കൻഡ് ലോയുടെ ഇക്വേഷൻ ഉപയോഗിച്ച് അതിലെന്ത് ചെയ്തു? നമ്മൾ ഈ ഡി ടിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഡിവിഷൻ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. സോ എഫ് ഇൻറ്റു ഡി ടി ഈസ് ഇക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? എഫ് ഇൻറ്റു ഡി ടി എന്ന് പറയുന്ന ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇമ്പൾസ് ആണ്. ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. സെയിം സാധനം തന്നെ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് തേർഡ് ലോ ആണ്, ന്യൂട്ടന്റെ തേർഡ് ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ന്യൂട്ടന്റെ തേർഡ് ലോ എന്ന് പറയുന്നത്. ന്യൂട്ടന്റെ തേർഡ് ലോ എന്ന് പറയുന്നത് എന്താണ്? എവരി ആക്ഷൻ ദർ വിൽ ബി ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോ ആണ്, പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു ലോ കൂടിയാണ്. അതിന്റെ കുറച്ച് പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. തേർഡ് ലോയുടെ കുറച്ച് പോയിന്റ്സ് നമുക്ക് നോട്ട് ചെയ്ത് പഠിക്കാനുണ്ട്. സോ ഞാൻ അതൊന്ന് എഴുതി തരാം. സോ തേർഡ് ലോയുടെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഫസ്റ്റ് പോയിന്റ് ആണ് എന്ത്? ഫോഴ്സസ് ഓൾവേസ് ഒക്കേഴ്സ് in pairs. Forces always occurs in pairs. അതായത് മീനിങ്, അതായത് ഒരു ഫോഴ്സ്, രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഒബ്ജക്റ്റ് എയും ഒരു ഒബ്ജക്റ്റ് ബിയും. സപ്പോസ് ദർ ഇസ് ടു ഒബ്ജക്റ്റ് എ, ഒബ്ജക്റ്റ് ബി. ഇനി ഈ ഒബ്ജക്റ്റ് എ മൂലം ബിക്ക് ഉണ്ടാവുന്ന ഫോഴ്സിനെ നമുക്ക് എഫ് എ ബി എന്ന് എടുക്കാം. സിമിലർലി ഒബ്ജക്റ്റ് ബി മൂലം ഒബ്ജക്റ്റ് എക്ക് ഉണ്ടാവുന്ന ഫോഴ്സിനെ ഒബ്ജക്റ്റ് ബി എ എന്ന് എടുക്കാം. സോ ഈ രണ്ട് ഫോഴ്സുകൾ ഒരു പെയർ എന്ന രീതിയിലാണ് എന്ത് എക്സിസ്റ്റ് ചെയ്യുക. ഫോഴ്സസ് ഓൾവേസ് ഒക്കേഴ്സ് ഇൻ പെയർസ്. ഇതാണ് ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇവ തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ക്യാൻസൽ ചെയ്തു പോവില്ല. ഈവൻ ദോ ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് നമ്മളിത് ഈ രണ്ട് ഫോഴ്സിനെ എഴുതാ എഫ് എ ബി ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ബി എ ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ന്യൂട്ടന്റെ തേർഡ് ലോ എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് എന്നാണ്. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നില്ല? ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുന്നില്ല. ഇതൊക്കെയാണ് ഇതിലെ ഒരു ഇമ്പോർട്ടൻറ്റ് തേർഡ് ലോ ആയിട്ട് പറയുന്നത്. ഇനി എങ്ങാനും നമ്മൾ ഈ ഒരു രണ്ട് ഒബ്ജക്റ്റിനെയും ഒരു സിസ്റ്റമായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് എനെ മാത്രം ഒരു സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാം, ഒബ്ജക്റ്റ് ബിനെ മാത്രം ഒരു സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് എനെയും ബിനെയും എന്ത് ചെയ്യാം? ഒരു സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ രണ്ട് ഫോഴ്സുകളും തമ്മിൽ ആഡ് ചെയ്യപ്പെടും. അങ്ങനെ ആഡ് ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു നൾ ഫോഴ്സ് അവിടെ വരും. ഓക്കെ, ബിക്കോസ് ഒരെണ്ണം മൈനസ് ആയിരിക്കും, ഒരെണ്ണം പോസിറ്റീവ് ആയിരിക്കും. സോ ഒബ്വിയസ്ലി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഒരു നൾ ഫോഴ്സിലേക്ക് അത് എത്തിപ്പെടും. അങ്ങനെ വരുന്ന സമയത്ത് മാത്രമാണ് ഒരു നൾ ഫോഴ്സ് വരിക. അല്ലാത്ത പക്ഷം നമ്മൾ അത് എന്താണ്? ഒരിക്കലും അത് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുന്നില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് തേർഡ് ലോയിൽ വരുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ലിഫ്റ്റിൽ വരുന്ന കേസാണ്. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു എക്സാമിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു പാർട്ടാണ്. ഒരു ലിഫ്റ്റിൽ ഒരാൾ നിൽക്കുന്നു. ആ സമയത്ത് എന്താണ്? ഒന്നില്ലെങ്കിൽ ആ ലിഫ്റ്റ് യൂണിഫോം സ്പീഡിൽ അപ്വാർഡോ ഡൗൺവാർഡോ പോകുന്നു. അല്ലെങ്കിൽ എന്താണ്? ഡൗൺവാർഡിൽ സ്പീഡിൽ ഒരു ആക്സിലറേഷൻ ഉണ്ടാവും, അപ്വാർഡിൽ ഒരു ആക്സിലറേഷൻ ഉണ്ടാവും, പിന്നെ ലാസ്റ്റ് കേസ് ഫ്രീ ഫോൾ. അങ്ങനെ ഒരു 4 കേസ് ഉണ്ട്. ആ 4 കേസും നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു എന്നാണ് അർത്ഥം. ഓക്കെ, നമുക്ക് അതിന് നോക്കാം. ലാസ്റ്റത്തെ കേസാണ്. സോ അത് വെയിറ്റ് ഓഫ് ദ ബോഡി ഇൻ എ ലിഫ്റ്റ് എന്ന് പറയുന്ന പാർട്ടിലാണ് അത് വരുന്നത്. സപ്പോസ് നമുക്ക് ഒരാളെ വരയ്ക്കാം. ഒരു പുള്ളിക്കാരൻ, ഇതൊരു ലിഫ്റ്റ്, അതിലൊരാൾ നിൽക്കുന്നു. ഓക്കെ, ഇതാണ് ആള്. ഞാൻ കലാകാരനല്ല, അപ്പൊ അതുകൊണ്ട് ആളിനൊക്കെ ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റുള്ളൂ. വേണമെങ്കിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടി ഞാനൊരു കണ്ണും ഒരു മൂക്കും ഒരു ഇതും വരച്ചു വെച്ചിട്ടുണ്ട്. ആണെങ്കിൽ ഒരു മുടിയൊക്കെ വരയ്ക്കാം. ഓക്കെ, ഒരു രസത്തിന് വേണ്ടി, ഇരിക്കട്ടെ ഭംഗി. ഓക്കെ, ഇനി നമുക്ക് ഓരോ കേസസ് വൈസ് നോക്കാം. കേസ് 1. ഓക്കെ, കേസ് 1 എന്താണ്? ആക്സിലറേഷൻ ഇല്ല, ഒരു യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? ആക്സിലറേഷൻ ഇല്ലാതെ ഒരു ഒബ്ജക്റ്റ് ഒരു യൂണിഫോം മോഷനിൽ ഒരു ലിഫ്റ്റ് മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു. ഓക്കെ, നമ്മുടെ നോർമൽ ലിഫ്റ്റ് എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അത്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എങ്ങനെയാണ്? ഇതാണ് ഒരു ബ്ലോക്കിങ്ങിൽ ഇതാക്കാം. സോ ദിസ് ഈസ് അവർ ആർ ആൻഡ് ദിസ് ഈസ് അവർ
mg. ഓക്കെ, താഴേക്ക് വരുന്നു, താഴേക്കുള്ള ഫോഴ്സിനെ നമ്മൾ mg എന്ന് എടുക്കുന്നു. ബാക്കി നമുക്ക് ഇതിനെ കണ്ടുപിടിക്കേണ്ട കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് ഫോഴ്സ് ആണ്. ഓക്കെ, സോ എഫ് നെറ്റ് ഫോഴ്സിനെ ഞാൻ എഫ് നെറ്റ് എന്താണ്, ഏതാണ് ഇക്വേഷൻ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ ഓൾറെഡി വി നോ എന്താണ്, യൂണിഫോം മോഷനിൽ എന്തില്ല, ആക്സിലറേഷൻ ഇല്ല. യൂണിഫോം മോഷനിൽ എന്തില്ല, ആക്സിലറേഷൻ ഇല്ല. അത് വളരെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. യൂണിഫോം മോഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക, ആക്സിലറേഷൻ 0 ആണ്. എ ഈക്വൽ ടു 0 പോകും. ഓക്കെ, എ എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്താണ്, ആർ മൈനസ് എം ജി. ഓക്കെ, എഫ് ഫോഴ്സ് നെറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ്, ഇതാണ് ടോട്ടൽ. ഒരു ഫോഴ്സ് അങ്ങോട്ടുണ്ട്, ഒരു ഫോഴ്സ് ഇങ്ങോട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഈ ഫോഴ്സിനെ എനിക്ക് എങ്ങനെ എഴുതാം, ആർ മൈനസ് എം ജി ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു 0. ഈ പോർഷൻ ഫുള്ള് 0 ആയി. ഇനി അതിനർത്ഥം എന്താണ്, ആർ ഈക്വൽ ടു എം ജി. ദിസ് ഈസ് ദ ഇക്വേഷൻ. നമുക്ക് എന്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ഞാനൊരു റെഡ് ഇതിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അതായത് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വേണം, നിങ്ങൾക്ക് ചോദ്യം വരും, എന്ത്, ഈ പുള്ളിക്കാരന്റെ വെയിറ്റ് ചോദിക്കും. കേസ് 1-ലോ 2-ലോ ഒക്കെ ആയിട്ട് വെയിറ്റ് ചോദിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതില്, യൂണിഫോം മോഷനിലുള്ള ആക്സിലറേഷൻ 0 ആയിട്ടുള്ള ലിഫ്റ്റിന്റെ കേസിൽ വരുമ്പോൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ് എന്ത്, ആർ ഈക്വൽ ടു മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ജി എന്ന് പറയുന്നത്. ഓക്കെ, 9.8 ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8ന്റെ അത് ആർ ഈക്വൽ ടു എം ജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കേസ് 2 വരുന്ന ഒരു കേസ് കൺസിഡർ ചെയ്യാം. കേസ് 2, ഒരു മിനിറ്റ്, കേസ് 2 എന്ന് പറയുന്നത് ഒരു ആക്സിലറേഷൻ ഉണ്ടാവും നമുക്ക്. ഓക്കെ, മൂവിങ് വിത്ത് ആൻ ആക്സിലറേഷൻ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, അപ്വാർഡിലേക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം. അതായത് നമ്മുടെ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ട്, താഴേക്ക് mg മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു ആക്സിലറേഷൻ ഉണ്ട്, നെറ്റ് ആക്സിലറേഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ഫോഴ്സ് എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്, നെറ്റ് ഫോഴ്സ് ഈസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എ ഉണ്ട്. ഓക്കെ, എ ഉണ്ട്, എ ഇല്ലാതില്ല, എ ഉണ്ട്. സോ സിമിലർലി നമ്മൾ എന്ത് ചെയ്യും, എഫ് നെറ്റിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും, ആർ മൈനസ് എം ജി ഇസ് ഈക്വൽ ടു എം എ. ഇനി ഇതിനിപ്പുറത്ത് കൊണ്ടുപോവാ, ആർ ഈസ് ഈക്വൽ ടു, അപ്പൊ എന്ത് കിട്ടും നമുക്ക്, മാസ് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. മാസ് സെയിം ആയിക്കില്ലേ, മാസ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പൊ എന്ത് വരും, ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് വന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും, ജി പ്ലസ് എ. ഓക്കെ, ഇതാണ് അടുത്ത ഇക്വേഷൻ. ഇത് ഡയറക്ട്ലി എന്താ പറയാ, നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഇക്വേഷൻ അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കലും നിങ്ങളോട് സോൾവ് ചെയ്യാൻ പറയില്ല. ഈ ഡയറക്റ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. ഇതിൽ ഏത് കേസാണ്, ആക്സിലറേഷൻ ഉണ്ട്, അപ്വാർഡ് മോഷൻ. ഓക്കെ, അപ്വാർഡ് മോഷൻ, അതായത് ലിഫ്റ്റ് മോളിലേക്ക് പോകുന്നു വിത്ത് ആൻ ആക്സിലറേഷൻ. ആ കേസാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ കേസാണ് എന്തെന്ന് പറയുന്നത്, കേസ് 3 എന്താണ്, ഡൗൺവേർഡ് മോഷൻ വിത്ത് ആൻ ആക്സിലറേഷൻ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക, ഇവിടെ എം ജിയിൽ ഒരു ആക്സിലറേഷൻ വരും, ആറ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാണ് കേസ് വരുന്നത്, ഇവിടെ നമുക്ക് സിമിലർലി നേരത്തെ എഴുതിയ പോലെ അതേപോലെ തന്നെ എഴുതാം. ഇനി ഇവിടെ എം ജി ആണ് വലുത്, അപ്പൊ എം ജിനെ ഞാൻ ഇവിടെ കൊടുത്തു, ഇവിടെ ആർ ഈസ് ഈക്വൽ ടു എം എ. ഓക്കെ, സോ ആർ വിൽ ബി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു എന്ത് വരും, ജി മൈനസ് എ. ഓക്കെ, ഇതാണ് അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത്. കേസ് 3 ഇക്വേഷൻ ഡൗൺവേർഡ് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നമ്മൾ അവിടെ ജി മൈനസ് എ ആണ് ചെയ്യുന്നത്. ഓക്കെ, ജി മൈനസ് എ ആണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, അപ്വാർഡ് ഒരു ആക്സിലറേഷനിൽ പോകുമ്പോൾ നമ്മൾ ജി പ്ലസ് എ ഉപയോഗിക്കുന്നു, ഡൗൺവേർഡ് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അതായത് താഴോട്ട് ലിഫ്റ്റ് ഒരു ആക്സിലറേഷനിൽ പോകുമ്പോൾ എന്താണ്, ജി മൈനസ് എ ചെയ്യുന്നു. അതായത് ഡൗൺവേർഡ് ഫോഴ്സിൽ എന്താണ്, ഓൾറെഡി എന്ത് ചെയ്യാണ്, മാസ് താഴോട്ട് പോവാണ്. അപ്പോൾ ഓൾറെഡി 9.8 ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു ആക്സിലറേഷൻ കുറച്ചിട്ടാണ് നമുക്ക് കറക്റ്റ് അതിന്റെ വെയിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് കേസ് ഉണ്ട്. ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഫ്രീ ഫോൾ ആണ്. ഓക്കെ, ഫ്രീ ഫോളിലുള്ള കേസിലാണ് നമ്മൾ ലാസ്റ്റ് കേസ് പറയുന്നത്. സോ കേസ് 4 ഫ്രീ ഫോൾ. ഓക്കെ, ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആവും,
9.8 ഈക്വൽ ആവും. അതായത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഈക്വൽ ആവുന്ന സമയത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ എന്താണ് F is equal to ma. ഓക്കെ, R minus mg is equal to mass into acceleration. ഇവിടെ എന്താണ് R എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ഇവിടെ എന്താണ് ജിയും എയും സിമിലർ ആണ്. അപ്പോൾ 0 ആയാലും പ്ലസ് ആയാലും എന്താണ് ഇവിടെ 0 ആണ് വരാം. സോ വിച്ച് ഈസ് എന്താണ് R ഈസ് ഈക്വൽ ടു 0. അതായത് വെയിറ്റ്ലെസ് ആയിട്ടായിരിക്കും അങ്ങനെ ഒരു സമയത്ത് ഒരു ഫ്രീ ഫോൾ, ഒരു ലിഫ്റ്റ് പൊട്ടി വീഴാന്ന് വയ്ക്കുക. ആ സമയത്ത് അവിടെ ഫ്രീ ഫോൾ ആണ് സംഭവിക്കുന്നത്. ആ ലിഫ്റ്റ് പൊട്ടി വീഴുന്ന സമയത്ത് ആ മനുഷ്യൻ, നമ്മൾ വരച്ച പുള്ളിക്കാരനുണ്ടല്ലോ, എന്താണ് ഈ പുള്ളിക്കാരൻ എന്ത് ഫീൽ ചെയ്യും, ആള് വെയിറ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, പുള്ളിക്കാരൻ താഴോട്ട് വീഴുന്ന സമയത്ത് എന്താണ് വെയിറ്റ്ലെസ് ആയിട്ട് ആൾക്ക് ഫീൽ ചെയ്യും. ഇതാണ് ഫ്രീ ഫോളിന്റെ ഇക്വേഷൻ. ഫ്രീ ഫോളിന്റെ ഇക്വേഷൻ ഒന്നും ഇല്ല, R എന്തായിരിക്കും 0 ആയിരിക്കും വരാം. ഓക്കെ, ഈ ഒരു കേസ് അധികം ചോദിക്കാറില്ല, പക്ഷെ ജസ്റ്റ് വൺ വേർഡ് ആയിട്ട് ചോദിക്കുകയാണ്. ഇൻ കേസ് ഒരു ലിഫ്റ്റ് പൊട്ടി ഒരു ആൾ വരാണ്, അല്ലെങ്കിൽ ഒരു ഫ്രീ ഫോളിൽ വരുന്ന സമയത്ത് ആളുടെ വെയിറ്റ് എത്ര ആയിരിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഫീൽ ലൈക്ക് വെയിറ്റ്ലെസ് ആയിട്ട് അയാൾക്ക് തോന്നും. ഇതാണ് അതിൽ പ്രധാനമായിട്ട് പറയേണ്ടത്. ഓക്കെ, നമുക്കിതൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ആക്ച്വലി നമ്മൾ എല്ലാ കാര്യങ്ങളും, പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു പോയി. നമുക്കൊന്നുകൂടി റൗണ്ട് അപ്പ് ചെയ്യാം. ലോസ് ഓഫ് മോഷനിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു ഒബ്ജക്റ്റിന് അതിന്റെ അതേ സ്റ്റേറ്റിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇനേർഷ്യ എന്ന് പറയുന്നത്. ഫസ്റ്റ് ലോ പ്രധാനമായിട്ടും പറയുന്ന ഈ ലോ ഓഫ് ഇനേർഷ്യനെ കുറിച്ചാണ്. ഓക്കെ, സെക്കൻഡ് ലോ എന്ന് പറയുന്നത് എന്താണ്, ആ ഫസ്റ്റ് ലോയിൽ തന്നെ മൊമെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പറയുന്നുണ്ട്. മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഒബ്ജക്റ്റിന്റെ മാസ് ഇൻറ്റു ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ആണ് എന്തെന്ന് പറയുന്നത്, അതിന്റെ മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ലോ പറയുന്നത് എന്താണ്, ആ മൊമെന്റത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടൈം എന്ന് പറയുന്നത് ആരാണ്, ഫോഴ്സിന് ഈക്വൽ ആണ്. അതായത് ആ ഒബ്ജക്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന് ഈക്വൽ ആണ് എന്ത്, ആ ഒബ്ജക്റ്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് എന്ന് പറയുന്നത്. F is equal to dp/dt. ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ആ പിയിൽ നമ്മൾ മാസിന്റെ വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഇക്വേഷൻ എന്തായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, F is equal to ma മാസ് ഇൻറ്റു ആക്സലറേഷൻ. നമുക്ക് അറിയാവുന്ന എന്ത് ഇക്വേഷൻ ആയിട്ട് മാറും. ഫോഴ്സിന്റെ യൂണിറ്റ് അറിയണം, ന്യൂട്ടൺ. അതേപോലെ തന്നെ അതിന്റെ ഡയമെൻഷണൽ ഫോമുലയും കറക്റ്റ് ആയിട്ട് അറിയണം. ഇനി മൂന്നാമത്തെ ലോ നമുക്കറിയാം, എവരി ബോഡി ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓക്കെ, അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ലിഫ്റ്റിലുള്ള വെയിറ്റിന്റെ ആ ഒരു കേസും, ഈ ഒരു ഫ്രീ ഫോളും, അതേപോലെ തന്നെ 4 കേസുകൾ. കേസ് 1 യൂണിഫോം മോഷനിൽ ലിഫ്റ്റ് താഴോട്ടോ മുകളിലോട്ടോ പോകുന്ന കേസ്. രണ്ടാമത്തെ കേസ് ഒന്നില്ലെങ്കിൽ ഒരു ആക്സലേഷൻ കൊണ്ട് അപ്വാർഡിലേക്ക് പോകുന്ന, ലിഫ്റ്റ് അപ്വാർഡ് പോകുന്ന ഒരു കേസ്. പിന്നെ എന്താണ്, ലിഫ്റ്റ് ഒരു ആക്സലേഷനിൽ താഴോട്ട് പോകുന്ന കേസ്. ലാസ്റ്റ് ഫ്രീ ഫോളിന്റെ കേസ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത്, ഈ ഒരു ലോസ് ഓഫ് മോഷനിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്കുമായിട്ട് പിന്നെ വരാം. താങ്ക് യു.